പ്രിയ പ്രേക്ഷകരെ, വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യത്തെ നയപ്രഖ്യാപന പ്രസംഗം ഇതാ പൂർത്തിയായിരിക്കുന്നു. ഗവർണർ രാജേന്ദ്ര അലേക്കർ ആ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വെട്ടിത്തിരുത്തലുകൾ നടത്തിയിട്ടില്ല എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം 1 മണിക്കൂറിൽ ഏറെ നീണ്ട നയപ്രഖ്യാപന പ്രസംഗം ആയിരുന്നു നടത്തിയത്. എന്താണ് വി.ഡി. സതീശൻ സർക്കാർ അടുത്ത 5 വർഷത്തേക്ക് വിഭാവനം ചെയ്യുന്നത്, അതെല്ലാം ഉള്ളടക്കത്തിൽ ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് ആ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് നിലവിൽ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കാം, അതിന് സമഗ്ര മേഖലയുടെയും വളർച്ച പ്രാപ്തമാക്കേണ്ടതുണ്ട്. അതിന് പറ്റുന്ന തരത്തിൽ മാനുഷികതയിൽ ഊന്നിക്കൊണ്ടുള്ള സമീപനമായിരിക്കും ഇനിയുള്ള 5 വർഷക്കാലം എന്നതാണ് ഇപ്പോൾ വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ തന്നെ വ്യക്തമാകുന്നത്. ഏതാണ്ട് കേരളത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിച്ചു പോയ ഒരു നയപ്രഖ്യാപന പ്രസംഗം എന്ന് തന്നെ നമുക്ക് പറയാം. കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷം ആണ് കേരളത്തിൽ അധികാരത്തിൽ ഇരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ സർക്കാരിന്റെ ഭരണ തുടർച്ചയുടെ മികവ് ഏതെങ്കിലും തരത്തിൽ പ്രതിപാദിച്ചേക്കില്ല എന്നത് നമുക്ക് ഉറപ്പിക്കാമായിരുന്നു. ഒരു പക്ഷേ ഈ നയപ്രഖ്യാപനം പൂർത്തിയാകുമ്പോഴും കഴിഞ്ഞ സർക്കാരുകളുടെ ഭരണ നേട്ടങ്ങൾ പ്രതിപാദിക്കാതെ മറിച്ച് വർത്തമാനകാല സാഹചര്യത്തിൽ എങ്ങനെയാണ് കേരളം മുന്നോട്ട് പോകേണ്ടത്, അതാണ് ആ ഉള്ളടക്കത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ അത് ഓരോന്നായി നടപ്പിലാക്കും. ഇന്ദിരാ ഗ്യാരണ്ടി എന്നത് നയപ്രഖ്യാപനത്തിലും പരാമർശിച്ചു പോയി. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുമെന്നത് പ്രഖ്യാപിച്ചു. എല്ലാ കുടുംബങ്ങൾക്കും ആരോഗ്യ ഇൻഷുറൻസ്, അതുപോലെ തന്നെ KSRTCയിലെ സൗജന്യ യാത്ര, വിദ്യാർത്ഥിനികൾക്ക് 1500 രൂപ, ഇങ്ങനെയുള്ള എല്ലാ പ്രഖ്യാപനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു നയപ്രഖ്യാപനമായിരുന്നു. ഒപ്പം ഇതാ സാമ്പത്തിക സ്ഥിതിയിൽ ധവളപത്രം ഇറക്കും എന്ന പ്രത്യേകമായ സാഹചര്യം അത് നേരത്തെയും വി.ഡി. സതീശൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതോടൊപ്പം എടുത്തു പറയേണ്ടത് മാനുഷിക മൂല്യങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള മുന്നോട്ട് പോക്ക് എന്നതാണ്. അതിൽ കൃത്യമായ ഒരു രാഷ്ട്രീയം കൂടി ഇവിടെ UDF മുന്നോട്ട് വയ്ക്കുന്നു എന്നതിൽ ഒരു തർക്കവുമില്ല. കാരണം കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കെ വികസന വിഷയങ്ങളെക്കാൾ ഉപരിയായി ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു സമീപനം എന്നത്. സർക്കാരിന്റെ സമീപനം, മുഖ്യമന്ത്രിയുടെ സമീപനം, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ യാത്രകൾ, മുഖ്യമന്ത്രിയുടെ വിവാദ പ്രസംഗങ്ങൾക്കിടയിലുണ്ടാകുന്ന പരാമർശങ്ങൾ. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മാനുഷികതയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് എന്ന് പറയുമ്പോൾ അതിൽ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പുതുയുഗ പിറവിക്ക് വേണ്ടിയാണ് കേരളം തയ്യാറെടുക്കുന്നത് എന്ന് പറയുന്നു. കേരളത്തിന്റെ വെല്ലുവിളികളെ അവസരമാക്കി മാറ്റും എന്ന് പറയുന്നു. തൊഴിലില്ലായ്മ നിരക്ക് ഒരു പക്ഷേ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം അഭിസംബോധന ചെയ്യേണ്ട ഒന്ന് തന്നെയാണിത്. കാരണം കേരളത്തിൽ നിന്ന് നിരവധിയായ യുവാക്കൾ തൊഴിൽ തേടി വിദേശ രാഷ്ട്രങ്ങളിലേക്ക് പോകുമ്പോൾ അത് നമ്മുടെ സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക നേട്ടമാണ് സൃഷ്ടിക്കാറുള്ളത്. കാരണം ഗൾഫ് രാജ്യങ്ങളിൽ പോയി പണിയെടുക്കുന്ന നമ്മുടെ യുവാക്കൾ അവർ കേരളത്തിലേക്ക് പണം അയക്കുകയാണ് ചെയ്യുന്നത് എങ്കിൽ ഇപ്പോൾ സാഹചര്യം മാറിയിട്ടുണ്ട്. കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും US-ലേക്കും ഒക്കെ പോകുന്ന നമ്മുടെ യുവതലമുറ തിരികെ വരുന്നില്ല എന്ന് മാത്രവുമല്ല അവർ പണവും ഇവിടേക്ക് എത്തിക്കുന്നില്ല. ആ പ്രതിസന്ധികളെ അടക്കം അഡ്രസ്സ് ചെയ്യും എന്ന് ഈ നയപ്രഖ്യാപനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ജൂൺ 5-ാം തീയതി ധനമന്ത്രി കൂടിയായിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി അവതരിപ്പിക്കാൻ പോകുന്ന ഒരു ബജറ്റ്, ആ ബജറ്റ് എന്താണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു നയപ്രഖ്യാപന പ്രസംഗം അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധികളിലേക്ക് പോകുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ ആണ് ഇപ്പോൾ ചേരുന്നത്. ഡാൻ, ഏതാണ്ട് 1 മണിക്കൂറിലധികം നീണ്ടുനിന്ന നയപ്രഖ്യാപനം. നമുക്കറിയാം LDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ പലപ്പോഴായി നയപ്രഖ്യാപനത്തിലടക്കം കല്ലുകടികൾ ഉണ്ടായിട്ടുണ്ട്. ചില പരാമർശങ്ങൾ, ചില വാചകങ്ങൾ ഒക്കെ ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് കേന്ദ്ര സർക്കാരിനെതിരായ ഒരു കടന്നാക്രമണം ഒക്കെ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ ആണ് ഗവർണർ അത് ഒഴിവാക്കാറുള്ളത്. ഇവിടെ വിവാദ പരാമർശങ്ങൾ ഇല്ലാതെയാണ് ഈ നയപ്രഖ്യാപനം പൂർത്തിയാകുന്നത് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഒപ്പം നെഹ്റുവിയൻ ആശയങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള നയപ്രഖ്യാപന പ്രസംഗവും ആയിരുന്നല്ലോ ഗവർണർ നടത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിൽ UDFന് അനുകൂലമായി സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കുമിടയിൽ വലിയ ചർച്ചയായി മാറിയ ഇന്ദിരാ ഗ്യാരണ്ടി പ്രോഗ്രാമുകളുടെ ഒരു എക്സ്റ്റൻഡഡ് വേർഷൻ ആണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ 1 മണിക്കൂർ നീണ്ട അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ വ്യക്തമാക്കിയെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ അധസ്ഥിത വിഭാഗങ്ങൾക്കും അവരുടെ ഉന്നമനത്തിന് ലക്ഷ്യമിട്ടുകൊണ്ട് സർക്കാർ നടപ്പിലാക്കി
നടപ്പിലാക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട പദ്ധതികൾ എന്തൊക്കെയായിരിക്കും, കാർഷിക മേഖലയുടെ വികസനത്തിനായി ഏത് തരത്തിലുള്ള ഇടപെടലുകളായിരിക്കും നടത്തുക, സാമൂഹ്യക്ഷേമ പദ്ധതികൾ എങ്ങനെ നടപ്പിലാക്കും, സാമ്പത്തിക പ്രതിസന്ധിയെ അതിജീവിക്കാനായി നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികൾ എന്തൊക്കെയായിരിക്കും, ഇതിൻ്റെ കൃത്യമായ സന്ദേശം തന്നെയായിരുന്നു നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഇടം പിടിച്ചത്. ജീവിത ചെലവ് കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് സാധാരണക്കാർക്ക് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്ന പശ്ചാത്തലമാണ്. ആ വെല്ലുവിളികളെ എങ്ങനെ അവസരമാക്കി മാറ്റാം എന്നതിൽ ഊന്നിയായിരുന്നു ഈ നയപ്രഖ്യാപന പ്രസംഗം. അതോടൊപ്പം ഓപ്പറേഷൻ തുഫാൻ എന്ന പേരിൽ കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ച ഒരു പദ്ധതിയുടെ വിശദമായ ഒരു വിവരണം കൂടി നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ലഹരി മാഫിയയുടെ വേരിറക്കുന്നതിന് വേണ്ടി വലിയ തരത്തിലുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു നയപ്രഖ്യാപന പ്രസംഗം. ലഹരി ഇടപാടിൽ പിടിക്കപ്പെടുന്നവരുടെ സ്വത്ത് കണ്ടുകെട്ടുന്ന തരത്തിലേക്ക് കടുത്ത നിയമങ്ങൾ നടപ്പിലാക്കുമെന്ന് കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കും, കാർഷിക മേഖലയുടെ നൂതന സംവിധാനങ്ങൾക്ക് പ്രാമുഖ്യം നൽകും, ഓരോ പഞ്ചായത്തിലും മികച്ച വനിതാ കർഷകരെ വളർത്തിയെടുക്കാൻ പ്രത്യേക പദ്ധതി തയ്യാറാക്കും, യുവ സംരംഭകർക്ക് വേണ്ടിയും സർക്കാർ പ്രത്യേക പരിഗണന നൽകുമെന്ന് കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം ഗോത്ര മേഖലകളിലെയും മറ്റ് ട്രൈബൽ വിഭാഗങ്ങളും താമസിക്കുന്ന സ്ഥലങ്ങളിൽ അവരുടെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതി അത് കൃത്യമായി തന്നെ പരാമർശിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ടുന്ന കാര്യം, വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ അവധി 3 ദിവസം നൽകും. അതൊരു വിപ്ലവകരമായൊരു തീരുമാനമാണ്. കാരണം നമുക്ക് IT കമ്പനികളിലും മറ്റ് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലുമൊക്കെ നിലവിൽ അത്തരത്തിൽ അവധികളുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് സർക്കാർ ഔദ്യോഗികമായി അങ്ങനെ ഒരു കാര്യത്തിലേക്ക് കടക്കുമ്പോൾ അത് കേരളത്തിൻ്റെ സാമൂഹ്യ രംഗത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കാവുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനമായി തന്നെ അതിനെ പരാമർശിക്കേണ്ടി വരും. സാനിറ്ററി നാപ്കിനുകളുടെ ഉൽപ്പാദനം പരമാവധി വർദ്ധിപ്പിക്കുന്നതിനൊരു നീക്കം കൂടി ഉണ്ടാകുമെന്ന് കൂടി ഗവർണർ പറഞ്ഞു വെക്കുന്നുണ്ട്. ലഹരി ശൂന്യ സംസ്ഥാനമാക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും ആഭ്യന്തര ആരോഗ്യ വകുപ്പുകളുമായി ചേർന്ന് എക്സൈസ് വകുപ്പ് പ്രവർത്തിക്കുമെന്നും സീറോ ടോളറൻസ് ടു ഡ്രഗ് എന്ന് വ്യക്തമായി എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ നയപ്രഖ്യാപന പ്രസംഗം അവസാനിച്ചിരിക്കുന്നത്. ധവളപത്രം തയ്യാറാക്കുന്നു, വിദഗ്ധ സമിതി അതിനായി രൂപീകരിച്ചിട്ടുണ്ട്. നിലവിലെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്തുകൊണ്ടാണ് സംസ്ഥാനത്തിൻ്റെ പ്രതിസന്ധി എത്രത്തോളമാണ്, സാമ്പത്തിക രംഗത്തെ ഈ വെല്ലുവിളികൾ ഏത് തരത്തിൽ അതിജീവിക്കാൻ കഴിയും, നിലവിൽ അതിൻ്റെ ഗുരുതരമായ സ്ഥിതി ഏത് തരത്തിലാണ് എത്തി നിൽക്കുന്നത്, ഇതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്ന ധവളപത്രം ഇറക്കുമെന്ന് കൂടിയാണ് ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, സാധാരണ കേന്ദ്രത്തിനെതിരായ വിമർശനം കൂടി നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് ലോക്ഭവനും സർക്കാരും തമ്മിലുള്ള ശീതയുദ്ധത്തിലേക്ക് മാറുന്നതൊക്കെ നേരത്തെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അങ്ങനെ വലിയ പരിക്കില്ലാതെ ആർക്കും ഒരു പ്രശ്നത്തിന് വഴിവെക്കാത്ത തരത്തിൽ VD സതീശൻ സർക്കാരിൻ്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ പൂർത്തിയാക്കി ഇവിടെ നിന്ന് അദ്ദേഹം മടങ്ങിയിരിക്കുകയാണ്. യെസ്, തീർച്ചയായും അവിടെ ഇതാ ഡാനി സൂചിപ്പിക്കുന്ന പോലെ ഒട്ടേറെ ജനോപകാരപ്രദമാകുന്ന പദ്ധതികൾ, നമുക്ക് ആ പദ്ധതികളിലേക്ക് ഒരിക്കൽ കൂടി വിശദമായി വരാം. അതിനു മുമ്പ് ഈ സൂചിപ്പിക്കുന്ന പോലെ ഒന്ന്, കേന്ദ്രവുമായുള്ള ഒരു ഏറ്റുമുട്ടൽ, അത് VD സതീശൻ സർക്കാർ ഒരു തരത്തിലും ആഗ്രഹിക്കുന്നില്ല എന്നതിൻ്റെ ഒരു സന്ദേശം കൂടിയായി നയപ്രഖ്യാപനം മാറുന്നില്ല. കാരണം ഒരു തരത്തിലുമുള്ള പരാമർശങ്ങൾ, പ്രത്യേകിച്ച് സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലുണ്ട്. ധവളപത്രം പുറത്തിറക്കും എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോഴും നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ ഇടത് സർക്കാരിൻ്റെ കാലഘട്ടങ്ങളിൽ ഇത്തരം പ്രതിസന്ധിയെ എപ്പോഴും തലയിലേക്ക് വെക്കുന്നത് കേന്ദ്രമാണ്. കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഇടപെടലുകൾ കേന്ദ്രം ഞെരുക്കുന്നു, കേന്ദ്രം ഫണ്ട് നൽകുന്നില്ല. അങ്ങനെ എവിടെയൊക്കെ സാമ്പത്തിക പ്രതിസന്ധിയുണ്ടോ അവിടെയെല്ലാം കേന്ദ്രത്തെ ചേർത്ത് വയ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ അങ്ങനെ, അതായത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് പറയുമ്പോഴും അത് കേന്ദ്രത്തിൻ്റെ പിഴവാണെന്നോ കേന്ദ്രം ഞെരുക്കുന്നുവെന്നോ അത്തരത്തിലുള്ള ഒരു പരാമർശവും കാണുന്നില്ല എന്നല്ലേ നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ തുടർ നീക്കങ്ങളായി പ്രതിപക്ഷം ഏറ്റവും വലിയ ആയുധമാക്കി മാറ്റാൻ പോകുന്നതും അതുതന്നെയായിരിക്കും. അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മറ്റ് ഇടതുമുന്നണി നേതാക്കളും നിയമസഭയുടെ മീഡിയ റൂമിൽ മാധ്യമങ്ങളെ കാണും. അവിടെ വെച്ച് അവർ നടത്താൻ പോകുന്ന നിലപാടുകൾ, പ്രതികരണങ്ങൾ അതിൽ ഊന്നിക്കൊണ്ടുള്ളതായിരിക്കും. അതായത് കേന്ദ്രം സംസ്ഥാനത്തോട് കാണിക്കുന്ന സാമ്പത്തിക അവഗണനയെക്കുറിച്ച് ബോധപൂർവം നയപ്രഖ്യാപന പ്രസംഗത്തിൽ മറച്ചുവെക്കാനുള്ള നീക്കം ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ഡീലിൻ്റെ ഭാഗമാണ് എന്ന തരത്തിലുള്ള
തരത്തിലുള്ള ആക്ഷേപങ്ങളിലേക്ക് ഇടതുമുന്നണി കടക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അതായത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി വസതിയിൽ സന്ദർശിച്ചതിന് പിന്നാലെ തന്നെ വിമർശനങ്ങൾക്ക് തുടക്കമിട്ടിട്ടുണ്ട് പ്രതിപക്ഷം. അതിൻ്റെ ആക്കം കൂട്ടുന്ന തരത്തിലേക്ക് നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അവഗണനകൾക്കെതിരെ ഒരു പരാമർശവും ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടായിരിക്കും കടന്നാക്രമണത്തിനുള്ള ശ്രമം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ സമഗ്രതല സ്പർശിയായിട്ടാണ് നയപ്രഖ്യാപന പ്രസംഗം കടന്നിരിക്കുന്നത്. അതായത് ഓരോ മേഖലകളിലേക്കും, കാർഷിക മേഖലയ്ക്കും ആരോഗ്യ മേഖലയ്ക്കും തീർച്ചയായും സൂചിപ്പിക്കുന്ന പോലെ കാർഷിക മേഖലയുണ്ട്, യുവാക്കളുടെ പ്രശ്നങ്ങളുണ്ട്, വിദ്യാഭ്യാസ മേഖലയുടെ മാറ്റങ്ങളുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.